നമസ്കാരം സുഹൃത്തുക്കളെ. ട്രംപ് ഇന്നലെ വൈകിട്ട് പ്രാദേശിക സമയം 5:30 അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. ട്രംപിന്റെ ക്യാമ്പയിനിങ് സമയത്ത് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യമായിരുന്നു, ഞാൻ അധികാരത്തിൽ വന്നാൽ ഫ്രം ഡേ 1 ഐ വിൽ ഇൻട്രൊഡ്യൂസ്ഡ് താരിഫ് ഓൺ ചൈന, മെക്സിക്കോ ആൻഡ് കാനഡ. പറഞ്ഞതുപോലെ അദ്ദേഹം ഒപ്പുവെച്ചിരിക്കുകയാണ്. കാനഡയ്ക്ക് മുകളിൽ 25%, മെക്സിക്കോയ്ക്ക് 25%, ചൈനയ്ക്ക് 10% ടാക്സ് താരിഫ് ഉൾപ്പെടുത്തിയിരിക്കുക അദ്ദേഹം. ഇത് ഫെബ്രുവരി 4 മുതൽ അദ്ദേഹം പ്രാബല്യത്തിൽ വരും. ഒപ്പുവെച്ചിരിക്കുന്നു, അത് ഓർഡറായി മാറിയിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, എന്താണ് ഈ താരിഫ്? എന്തുകൊണ്ടായിരിക്കാം ട്രംപ് ഒരുപക്ഷെ ഇത്രയും കഠിനമായിട്ട് ഈ പറയുന്ന 3 രാജ്യങ്ങളിലേക്കും മുകളിൽ താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? നമ്മളൊരു കാര്യം ചിന്തിക്കണം. ഈ പറയുന്ന ട്രംപ് താരിഫ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ മർലാഗോയിലേക്കുള്ള അദ്ദേഹത്തിന്റെ വസതിയിൽ വന്ന് കണ്ടു, സംസാരിച്ചു. പക്ഷേ നടന്നില്ല. ഇന്നലെ വൈകിട്ട് വരെ കാനഡയുടെ ഫൈനാൻസ് മിനിസ്റ്ററും പിന്നെ 2 മന്ത്രിമാരും വൈറ്റ് ഹൗസിൽ DC ഉണ്ടായിരുന്നു. ട്രൈന ഒരുപക്ഷെ അവസാന ശ്രമം നിലയ്ക്ക് ട്രംപിനോട് സംസാരിച്ച് ഒരുപക്ഷെ 25 എന്നുള്ള ശതമാനം ഒരുപക്ഷെ 5-10 കുറയ്ക്കാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി അവർ. ഇന്ന് രാവിലെ ലേറ്റസ്റ്റ് ന്യൂസ് ഉണ്ട്. ജസ്റ്റിൻ ട്രൂഡോ, കനഡയുടെ പ്രധാനമന്ത്രിയാണോ എന്ന് എനിക്കറിയില്ല, അദ്ദേഹം രാജിവെച്ച പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ അദ്ദേഹം തിരിച്ചടിച്ചിരിക്കുകയാണ്. അമേരിക്കൻ ഗുഡ്സിനെതിരെ ഞങ്ങൾ 25%, ഗുഡ്സിനെതിരെ 25% ഞങ്ങളും പ്രഖ്യാപിക്കുന്നു ഈ പറയുന്ന താരിഫ്. ജനങ്ങളുടെ അദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുകയാണ്, ബൈ ഓൺലി കാനഡ മെയ്ഡ് പ്രോഡക്ട്സ്. നിങ്ങൾ ഷെൽഫിൽ നിങ്ങൾ ഗ്രോസറി സ്റ്റോറിൽ പോകുമ്പോൾ കാനഡ മെയ്ഡ് പ്രോഡക്ട്സ് മാത്രമേ വാങ്ങാവൂ. അമേരിക്കൻ വിസ്കി, ഇവിടുത്തെ ഒരു ബർബൻ വിസ്കി അമേരിക്കയുടെ വളരെ ഫേമസ് ആണ്. നമ്മൾക്ക് സുഹൃത്തുക്കളെ കഴിക്കുന്നതായിരിക്കും ജാക്ക് ഡാനിയൽ പോലുള്ള ബർബൻ വിസ്കി. ഇനി അത് വാങ്ങരുത്. ഡോണ്ട് ഗോ ടു വെക്കേഷൻ ഇൻ അമേരിക്ക എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ഭയങ്കര യുദ്ധത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ്. കാരണം എന്ന് പറഞ്ഞാൽ യുദ്ധം എന്ന് പറയുമ്പോൾ ഫിസിക്കൽ വാർ അല്ല, ഇറ്റ്സ് എ ട്രേഡ് വാർ ബിറ്റ്വീൻ അമേരിക്ക, കാനഡ ആൻഡ് ചൈന, മെക്സിക്കോ ഒരുപക്ഷെ ഇന്ന് അറിയാൻ പറ്റുമായിരിക്കും റിയാക്ഷൻ. മെക്സിക്കോ അല്പം സ്ലോ ആണ്. അവർ ഇനിയും ഒരു ഒരു അനുനയ ശ്രമം വീണ്ടും അവർ നടത്താൻ ശ്രമിക്കുന്നു. സോ നമ്മുടെ ഇന്നത്തെ സംസാര വിഷയം എന്ന് പറയുന്നത്, എന്താണ് ഈ ട്രേഡ് വാർ ആക്ച്വലി? എന്തുകൊണ്ടായിരിക്കാം ട്രംപിന് ഒരുപക്ഷെ ഈ 3 രാജ്യങ്ങളിലേക്കും എതിരെ ഈ പറയുന്ന ട്രംപ് കാർഡ് എടുത്ത് പ്രയോഗിക്കാനുള്ള മെയിൻ കാരണം? വൺസ് അഗൈൻ വെൽക്കം ടു മൈ ഷോ അഗൈൻ. ഈ താരിഫ് വളരെ വ്യക്തമായി, വളരെ ഉദാഹരണമായി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഞാൻ ഒരു അക്കൗണ്ടന്റ് നമ്മുടെ നാട്ടിൽ CEO ഓഫീസ് നടത്തുവാണ്. ബേസിക്കലി എൻ്റെ ജോലി എന്ന് പറയുന്നത് ആളുകളുടെ അക്കൗണ്ടിങ്ങും അവരുടെ ടാക്സ് റിട്ടേൺസും ടാക്സ് ഫയൽ ചെയ്യുക. എനിക്ക് ക്ലയൻസ് വേണം മുന്നോട്ട് പോകാൻ, എനിക്ക് റെഫറൽസ് വേണം ഫ്രം സംബഡി. അങ്ങനെ ഞാൻ എൻ്റെ മാർക്കറ്റിംഗ് പേഴ്സൺ, ഒരു മാർക്കറ്റിംഗിന് പയ്യനുണ്ട്, അവൻ പോയിട്ട് ഒരു ലോക്കൽ ഫൈനാൻസ് ബാങ്കിനെ പോയി കാണുകയാണ്. പറയാണ്, നിങ്ങൾക്ക് ഫൈനാൻസ് വാങ്ങാൻ ആളുകൾ വേണം, എനിക്ക് റെഫറൽസ് വേണം IT ചെയ്യാൻ. ലെറ്റ്സ് ഡു വൺ തിങ്, ലെറ്റ്സ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. ഓക്കെ, നിങ്ങൾ എനിക്ക് റെഫറൽ തരൂ. ഓക്കെ, എൻ്റെ അടുത്തേക്ക് അക്കൗണ്ടിങ്ങിന് വരുന്ന ആളുകളെ ഞാൻ നിങ്ങൾക്ക് റെഫർ ചെയ്യാം ഫോർ ഗെറ്റിംഗ് ലോൺസ്. ഓക്കെ, അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ ആദ്യമൊക്കെ വളരെ സ്മൂത്തായി മുന്നോട്ട് പോവുകയാണ്. ഞാൻ ഒരാൾ വരുന്നു, അങ്ങോട്ട് കൊടുക്കുന്നു, അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നു, ഗോയിങ് വെരി സ്മൂത്ത്. ആഫ്റ്റർ ഒരു വർഷത്തിന് ശേഷം ഞാനും ഈ ഫൈനാൻസ് കമ്പനിയുടെ ഓണറും കൂടി പരസ്പരം മീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ലെറ്റ് ഡിസ്കസ് ഹൗ ഇസ് ഇറ്റ് ഗോയിങ്. അപ്പം ഞാൻ എൻ്റെ പേപ്പർ വലിച്ചെടുത്ത് പറഞ്ഞു, ലിസൺ, ഇത് ഏകദേശം 1000 പേരെ ഞാൻ നിനക്ക് തന്നു ഈ വർഷം, നീ എനിക്ക് തന്നു വെറും 100 പേരെ. ദർ ഇസ് എ ഡെഫിസിറ്റ് ഓഫ് 900 പേരെ. അത് എനിക്ക് വെർ ഇസ് മൈ കമ്മീഷൻ? ഞാൻ നിനക്ക് 1000 തന്നു, നീ എനിക്ക് 100 പേരെ തന്നു, എന്റെ കമ്മീഷൻ പോവാണ്. വാട്ട്സ് ഗോയിങ് ഓൺ? ഇതാണ് ട്രംപിന്റെ പ്രശ്നം. ട്രംപ് പറയുന്നത്, വി ആർ ഇമ്പോർട്ടിംഗ് ഫ്രം ചൈന, ഫ്രം മെക്സിക്കോ, ഫ്രം കാനഡ, ഫ്രം ഇന്ത്യ, ഓൾ ദ കൺട്രി. വൈ ആർ യു ഗൈസ് നോട്ട് ബൈങ് അമേരിക്കൻ പ്രോഡക്ട്സ്? നമ്മൾ നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ട്രേഡ് സർപ്ലസ് ആയ രാജ്യങ്ങൾ എന്ന് പറയുന്നത് ചൈനയാണ്. ട്രേഡ് സർപ്ലസ് ആണ് ചൈന, ജർമ്മനി രണ്ടാമത്. അമേരിക്ക എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. ട്രംപ് ഇസ് സേയിങ് ദിസ്. ട്രംപ് പറയുന്നു, വി ഹാവ് കാർ, നമുക്ക് ഷെവർലെറ്റ് ഉണ്ട്, ഫോർഡ് ഉണ്ട്, ഡോഡ്ജ് ഉണ്ട്, വി ഹാവ് എവറിത്തിങ്, വൈ യു ഗൈസ് വിൽ ബൈങ് ഇറ്റ്? ട്രംപിന്റെ ചോദ്യം വളരെ സിമ്പിൾ ആണ്. ഞാൻ നിങ്ങളുടെ സാധനം വാങ്ങുമ്പോൾ നിങ്ങൾ എന്നെ സാധനം വാങ്ങുക. ദാറ്റ്സ് വെർ ഈക്വലി. ഈ പറയുന്ന ട്രംപിന് വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം അമേരിക്ക ഈസ് ഗെറ്റിംഗ് ഇൻ ടു വെരി ബാഡ് സ്റ്റേറ്റ് എന്ന് അറിയാം. കാരണം അമേരിക്കയിൽ ട്രേഡ് ഡെഫിസിറ്റ് ആണ്. ട്രേഡ് ഡെഫിസിറ്റ് ആയിട്ട് ലോകത്തിലെ ഏറ്റവും നമ്പർ 1 രാജ്യമാണ് ആര്? അമേരിക്ക. രണ്ടാമത്തെ ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ.
ഇന്ത്യ ട്രേഡ് ഡെഫിസിറ്റ് ആണ്. കാരണം ഇന്ത്യ ഒന്നും ഉണ്ടാക്കുന്നില്ല, എല്ലാം വാങ്ങുവാണ്. കാരണം സെയിം തിങ് ഹാപ്പനിങ്. ട്രംപിന് മനസ്സിലാകുന്നു ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ കഥ കഴിഞ്ഞു പോകും. ട്രംപ് വളരെ വ്യക്തമായി പറഞ്ഞു. മെക്സിക്കോന് FM വന്നു, നമ്മുടെ ജസ്റ്റിൻ ട്രൂഡോ വന്നു, കാനഡയുമായി ചൈനയുമായി സംസാരിക്കുന്നു. ട്രംപ് പറയുന്നു ഇറ്റ്സ് വെരി ഈക്വൽ, എനിക്ക് നിങ്ങളുടെ മേലെ നികുതി ചുമത്താൻ താല്പര്യമില്ല, പക്ഷെ നിങ്ങൾ ഈ ഡെഫിസിറ്റ് കുറച്ചേ പറ്റൂ. 1 ബില്യൺ, അതായത് ഏകദേശം പറയുന്നത് 650 ബില്യന്റെ പ്രോഡക്ട്സ് ആണ് ആര് വാങ്ങുന്നത്? അമേരിക്ക കാനഡയിൽ നിന്ന് വാങ്ങുന്നത്, ഇൻക്ലൂഡിങ് ഓയിൽ, അലുമിനിയം, കാർ സ്പെയർ പാർട്സ്, മിനറൽസ്, ഗ്യാസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ കാനഡയിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അമേരിക്കയിൽ നിന്ന് ആകെ കാനഡ വാങ്ങുന്നത് 100 ബില്യന്റെ മാത്രം. ട്രംപിന്റെ ചോദ്യം അതാണ്, അതായത് $500 ബില്യൺ ഡെഫിസിറ്റ് ഉണ്ട് ഈ കാനഡയും അമേരിക്കയും തമ്മിൽ. യു ഹാവ് ടു ഡു സംതിങ്, യു ഹാവ് ടു കീപ് ബൈങ് ഫ്രം അസ്. ഡൊമസ്റ്റിക് മാനുഫാക്ചർ അമേരിക്കയിൽ കൊണ്ടുവന്നേ പറ്റൂ. അമേരിക്ക ഒരു കാലത്ത് 1950-ലും 60-ലും അമേരിക്കയായിരുന്നു ലോകത്തിലെ സ്റ്റീൽ മാനുഫാക്ചറിങ് കമ്പനിയിൽ ടോപ്പ് ഒരു കാലത്ത്. ഇന്ന് അമേരിക്ക എങ്ങും അല്ല. ലോകത്തിലെ ടോപ്പ് 15 സ്റ്റീൽ മാനുഫാക്ചറിങ് കമ്പനികളിൽ 5 ചൈനയിലാണ്, ബാക്കി 5 ഏഷ്യയിലും, ബാക്കി 5 യൂറോപ്പിലും. ട്രംപ് കാണുന്നുണ്ട് ഈ പറഞ്ഞത്. കാരണം ഡൊമസ്റ്റിക്കലി മാനുഫാക്ചറിങ് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ വി ആർ ഡൺ. ഇക്കോണമിസ്റ്റിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, 2 അവസരങ്ങൾ മാത്രമാണ് ഈ പറയുന്ന താരിഫ് എന്നുള്ള ട്രംപ് കാർഡ് ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം ഇത് ലോക്കൽ ഇക്കോണമിക്കും ഇത് ഹേർട്ട് ചെയ്യും. 2 സിറ്റുവേഷൻ. ഒന്ന്, ഡൊമസ്റ്റിക് ആയിട്ടുള്ള നമ്മുടെ പ്രൊഡക്ഷനെ ഉത്തേജിപ്പിക്കാനായിട്ട്. അതാണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് വളരെ ട്രംപിന് വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് അമേരിക്കയിൽ വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്, അവർക്ക് ജോലിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രംപിന്റെ നീക്കം വളരെ വളരെ കാൽക്കുലേഷൻ ആണ്. കാരണം ആദ്യകാലങ്ങളിലേക്ക് ഞാൻ ചിന്തിച്ചു നോക്കി, എന്താ പറയുന്ന അമേരിക്കയിലേക്ക് വരുന്ന നമ്മുടെ നിത്യ ഉപയോഗ സാധനങ്ങളായിട്ടുള്ള എല്ലാം വരുന്ന മെക്സിക്കോ എന്നാണ്. ഇപ്പൊ പച്ചക്കറി ആയാൽ പോലും, പിന്നെ കാനഡയിൽ നമ്മുടെ ഓയിൽ വരുന്നു. കാരണം ഇവിടെ പെട്രോൾ എല്ലാം വരുന്ന കാനഡയിൽ നിന്ന് വരുന്നത്. കാരണം നമ്മളെല്ലാം പർച്ചേസ് ചെയ്യുന്നത് നോ മോർ ഡ്രില്ലിംഗ് ഇൻ അമേരിക്ക, എവറിത്തിങ് വി ആർ ബൈ. ഗ്യാസ് ആയാൽ പോലും നമ്മളെല്ലാം വാങ്ങുന്നത് കാനഡയിൽ നിന്നാണ്. അപ്പോൾ 25% നികുതി ഏർപ്പെടുത്തിയാൽ നമുക്കിത് എഫക്ട് ചെയ്യും. കാരണം 100 രൂപയ്ക്ക് വാങ്ങുന്ന സാധനത്തിന് നാളെ മുതൽ 125 രൂപ കൊടുക്കണം സാധാരണ ജനങ്ങൾ. ഓൾറെഡി ഇൻഫ്ലേഷൻ വലിയൊരു ഇഷ്യൂ ആണ് ഇവിടെ. രണ്ടാമത് പറഞ്ഞത് ഹൗസിംഗ് വലിയ ഇഷ്യൂ ആണ്. കാരണം ഹൗസിങ്ങിന്റെ ഈ പറയുന്ന പ്രോഡക്ട്സ്, തടി ആയാൽ പോലും, പിന്നെ അതിന്റെ ഓടായാൽ പോലും എല്ലാം വരുന്നത് കാനഡയിൽ നിന്നാണ്. അപ്പൊ ചിന്തിച്ചു നോക്കണം, 100 രൂപയ്ക്ക് വാങ്ങുന്ന സാധനം 125 കൊടുക്കണമെങ്കിൽ വീടിന്റെ പ്രൈസ് മുകളിലേക്ക് പോകും. പക്ഷേ അവസ്ഥ വളരെ പരിതാപകരമാണ് അമേരിക്കയിൽ. കാരണം അമേരിക്കയിൽ ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് നടക്കുന്നില്ല. അപ്പോൾ ഈ പറയുന്ന മാധ്യമങ്ങൾ, ഒരുപക്ഷെ അമേരിക്കയുടെ അകത്ത് ഈ പറയുന്ന മാധ്യമങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതൊരു വളരെ ഹീനമായ പ്രവൃത്തിയാണ്, അമേരിക്കൻ ഇക്കോണമിയെ തളർത്തുമെന്ന്. പക്ഷേ ഇത് ലോങ് ടേം ആക്ഷൻ എടുത്തേ പറ്റൂ. കാരണം ട്രംപ് പറഞ്ഞിരിക്കുന്നു, ഇന്ത്യയോടും പറഞ്ഞു, ബ്രസീലിനോടും പറഞ്ഞു, ചൈനയോടും പറഞ്ഞു, കാനഡയോടും പറഞ്ഞു, ലെറ്റ്സ് മേക്ക് ഇറ്റ് ഈക്വൽ. ഓക്കെ, ഞങ്ങൾ ഷെവിയുണ്ട്, ഫോർഡ് ഉണ്ട്, നിങ്ങൾ വാങ്ങാൻ ഞങ്ങളുടെ വണ്ടി. വൈ ആർ യു ഹാവിംഗ് എ ടാരിഫ് ഫോർ അവർ പ്രോഡക്ട്സ്? ട്രംപിന്റെ ചോദ്യം, ട്രംപ് പറയുന്നത് ഇവിടെ ഹ്യൂണ്ടായി ഉണ്ട്, ഹോണ്ട ഉണ്ട്, ടയോട്ട ഉണ്ട് അമേരിക്കയിൽ, നമുക്ക് ടാക്സ് ഇല്ല. നിങ്ങൾ വരുന്നു, അവർക്ക് മാർക്കറ്റ് തുറന്നു കൊടുക്കുന്നു. ഈവൻ ദോ അമേരിക്കയിൽ ഫോർഡും ഷെവിയും ഡോഡ്ജും പിന്നെ എല്ലാം ഉണ്ടെങ്കിൽ പോലും വി ആർ സ്റ്റിൽ വെൽക്കമിങ്. അമേരിക്കൻ കാറുകൾക്ക് ഡിമാൻഡ് കുറയുകയാണ്, കാരണം ഇവർ വരുന്നോടെ. അപ്പോൾ പുള്ളിയുടെ പ്രഖ്യാപനം വളരെ സിമ്പിൾ ആണ്. ഈ താരിഫിലേക്ക് ട്രംപിന് നയിച്ചിരിക്കുന്നത് വേറെ ഒന്നുമല്ല, അതായത് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ. ഇതിന്റെ പുറകിൽ ട്രംപ് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഫെറ്റനൈലിന്റെ ഇഷ്യൂ. ഫെറ്റനൈൽ എന്ന് വെച്ചാൽ സുഹൃത്തുക്കളെ വേറൊന്നുമല്ല, ഫെറ്റനൈൽ ഒരു മാരകമായിട്ടുള്ള കെമിക്കൽ ഡ്രഗ് ആണ്. ഞാൻ ഒരു മാസം മുമ്പ് എൻ്റെ സുഹൃത്ത് വിക്ടർ ജോർജ്, അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി സ്ഥിരമായിട്ട് കാലിഫോർണിയ പോകുന്നതാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് തെരുവുകളിൽ മുഴുവൻ കാണാം ഉച്ച നേരത്ത് മിടുക്കന്മാരായ വെള്ളക്കാരും പയ്യന്മാര് ഉച്ച നേരത്ത് ഫെറ്റനൈൽ അടിച്ചിട്ട് കിടന്നുറങ്ങുവാണ്. പലരും ഓവർഡോസിൽ മരിച്ചു പോകും. ഏകദേശം 10,000-75,000 പേര് ഒരു വർഷം അമേരിക്കയിൽ ഫെറ്റനൈൽ ഓവർഡോസിൽ മരിക്കുന്നു എന്ന കണക്ക് പറയുന്നത്. വളരെ പരിതാപകരമായ കണക്കാണ്. ഈ ഫെറ്റനൈൽ ഈ പറയുന്ന ചൈനയിൽ നിന്ന്, ഇത് കെമിക്കൽ ഡ്രഗ് ആണ്. മറ്റേ നമ്മുടെ കഞ്ചാവ് അല്ലെങ്കിൽ ഈ പറയുന്ന കറുപ്പ് പോലെ ഈ പ്ലാന്റ് ബേസ്ഡ് അല്ല, ഇറ്റ്സ് എ കെമിക്കൽ. അവർ ഈ ചൈനയിലെ ഫാക്ടറിയിൽ കെമിക്കൽ റോ മെറ്റീരിയൽ ഉണ്ടാക്കി ഷിപ്പ് ചെയ്യാണ് മെക്സിക്കോയിലേക്ക്. മെക്സിക്കോയിൽ വലിയ വലിയ ഫാക്ടറി ഉണ്ട്, അവിടെ ഇരുന്ന കാർട്ടൽസ് ഉണ്ട്. അവരിതിനെ ഈ റോ മെറ്റീരിയലിനെ അവരെ മേക്ക് ഇറ്റ് ബൾക്കിൽ ഉണ്ടാക്കി അമേരിക്കയിലേക്ക് കടത്തുന്നു. ഒരു പക്ഷേ ആൾക്കാർക്ക് ചോദിക്കുമായിരിക്കും, ഇറ്റ്സ് അമേരിക്കാസ് റെസ്പോൺസിബിലിറ്റി ടു സേവ് ദ ബോർഡർ. അമേരിക്ക എന്ന് പറയുന്ന കുട്ടികളെ ഭയങ്കര വലിയൊരു രാജ്യമാണ്. കാരണം ബോർഡർ സെക്യൂർ എളുപ്പമുള്ള കാര്യമില്ല. കാരണം ഇഫ് യു നീഡ് ടു ഡിപ്ലോയ് അത്രയും ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനെ എല്ലാ ബോർഡറിലും ഡിപ്ലോയ് ചെയ്യണമെങ്കിൽ ബില്യൺസ് ആൻഡ് ബില്യൺസ് തന്നെ അവർക്ക് ബോർഡർ സെക്യൂരിറ്റിക്ക് മാത്രം ചെലവാക്കണം. സോ ദിസ് കാർട്ടൽസിനെ ഒഴിവാക്കിയേ പറ്റൂ. മെക്സിക്കോ ഹാസ് ടു ഡു സംതിങ് വിത്ത് കാർട്ടൽസ്. അതാണ് മെക്സിക്കോനെ പ്രശ്നം എന്ന് പറയുന്നത്. മെക്സിക്കോ ബേസിക്കലി ട്രേഡ് ഡെഫിസിറ്റിന്റെ മെയിൻ കാരണമല്ല. മെക്സിക്കോ ഇസ് നോട്ട് ഡൂയിങ്
ഈ പറഞ്ഞ കാർട്ടൽസിനെ പ്രതിരോധിക്കാൻ വേണ്ടി മെക്സിക്കോ ഒന്നും ചെയ്യുന്നില്ല. അതാണ് മെയിൻ കാരണം എന്ന് പറയുന്നത്. ചൈന ഈസ് ബേസിക്കലി ബിക്കോസ് ഓഫ് ട്രേഡ് സർപ്ലസ്. ചൈന കയറ്റി അയക്കുകയാണ്, ഒന്നും വാങ്ങുന്നില്ല. ചൈന ഈസ്, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ചൈന കയറ്റി അയച്ചുകൊണ്ടേയിരിക്കുന്നു. 10-40 വർഷം മുന്നോട്ട് പോയി കഴിഞ്ഞു ചൈന എന്ന് പറയുന്ന രാജ്യം. എപ്പോഴൊക്കെ ഈ പറഞ്ഞ താരിഫിന്റെ പ്രശ്നം കൊണ്ടുവന്ന ചൈന അപ്പം ഒരു വൈറസിനെ കൊണ്ടുവരും. കാരണം ചൈനയ്ക്ക് അറിയാമായിരുന്നു 2020 ട്രംപ് വന്നു കഴിഞ്ഞാൽ താരിഫ് പ്രശ്നം കൊണ്ടുവരുമെന്ന്. അവർ അപ്പോൾ ഈ പറയുന്ന ഇത് കൊണ്ടുവന്നു, വൈറസ് കൊണ്ടുവന്നു. കാരണം ഇത് ചൈനയുടെ ഒരു വലിയൊരു തലവേദനയാണ് ട്രംപ്. കാരണം 10% താരിഫ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും നാളെ ആവർത്തിക്കുന്നത്. നാളെ ഇന്ത്യയും പറയാണ് ചൈനയിൽ നിന്ന് ഇറക്കുന്ന സാധനങ്ങൾക്ക് 10% ടാക്സ്. അപ്പൊ ഡൊമസ്റ്റിക്കലി ഇന്ത്യ ഉൽപ്പാദിപ്പിക്കാൻ നിർബന്ധിതരാകും. ഇതാണ് ഇതിന് മെയിൻ കാരണം എന്ന് പറയുന്നത്, താരിഫ്. ഇത് ഒരുപക്ഷെ എന്റെ സുഹൃത്തുക്കൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തായാലും വീണ്ടും ഒരു വീഡിയോയുമായി അടുത്ത് തന്നെ വരുന്നതായിരിക്കും.